മിക്കവാറും ആളുകൾ കരുതുന്നത് 15 മുതൽ 16 മണിക്കൂർ പഠിച്ചാൽ മാത്രമേ നല്ല രീതിയിൽ പഠിക്കാനും മാർക്ക് വാങ്ങാനും സാധിക്കൂ എന്നാണ്. എന്നാൽ ഒത്തിരി നേരം പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് മികച്ച രീതിയിൽ മനസ്സിലാകണമെന്നില്ല. നിങ്ങൾ ഏകാഗ്രതയില്ലാതെയാണ് 16 മണിക്കൂർ പഠിക്കുന്നതെങ്കിൽ അതുകൊണ്ട് യാതൊരുവിധ പ്രയോജനവുമില്ല. കാരണം നിങ്ങൾ 16 മണിക്കൂർ കൊണ്ട് പഠിക്കുന്ന കാര്യങ്ങൾ 6-5 മണിക്കൂർ കൊണ്ട് പഠിക്കുന്ന ആളുകളുമുണ്ടാകും. അങ്ങനെ ചെയ്യുന്ന വ്യക്തി കൂടുതൽ നന്നായും പ്രൊഡക്റ്റീവായിട്ടുമാണ് പഠിക്കുന്നത് എന്ന് സാരം. പ്രൊഡക്റ്റീവായി പഠിക്കുന്നതിനായി നിങ്ങൾക്ക് നിങ്ങളുടെ മുഴുവൻ ഫോക്കസും പഠിത്തത്തിൽ ചിലതായിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതിനെപ്പറ്റിയാണ് പറയാൻ പോകുന്നത്. എങ്ങനെയാണ് മുഴുവൻ ശ്രദ്ധയും ഫോക്കസും നൽകിക്കൊണ്ട് പഠിക്കുക എന്നത് നമുക്ക് കാണാം. നിങ്ങളൊരു വിദ്യാർത്ഥിയാണെങ്കിൽ തീർച്ചയായും വീഡിയോ മുഴുവനായും കാണുക. ലൈക്ക് ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും നിങ്ങളുടെ ഇഷ്ടം. എന്നാൽ വീഡിയോ അവസാനം വരെ കാണുക. വീഡിയോയിൽ മുന്നോട്ട് പോകുന്നതിന് മുൻപ് നമ്മുടെ മോട്ടീവ്സ് മീഡിയ ഫാമിലിയുടെ സ്വന്തം ആപ്പായ ധ്വനിയിൽ പുതുതായി കൊണ്ടുവന്ന ഒരു ഫീച്ചർ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കറിയാവുന്നതുപോലെ പല കാറ്റഗറീസിൽ പെടുന്ന നിരവധി ഓഡിയോ ബുക്ക് ധ്വനി ആപ്പിലൂടെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഒരു ചാറ്റ് ബോട്ട് തെറാപ്പിസ്റ്റിന്റെ സേവനം കൂടി ഇനി ധ്വനി ആപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മാനസിക സമ്മർദ്ദം, റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, ആങ്സൈറ്റി തുടങ്ങിയ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ തെറാപ്പിസ്റ്റ് ഫംഗ്ഷനാലിറ്റി ഉപയോഗപ്പെടുത്താവുന്നതാണ്. പുറത്ത് 1000 മുതൽ 2000 രൂപ ഓരോ സിറ്റിങ്ങിനും മുടക്കി ഇതുപോലൊരു തെറാപ്പി എടുക്കുന്നതിനേക്കാൾ ഫ്രീ ഓഫ് കോസ്റ്റ് നിങ്ങൾക്ക് നമ്മുടെ ആപ്പിലെ തെറാപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് പ്രാക്ടിക്കൽ അഡ്വൈസ് എടുക്കാൻ സാധിക്കും. തീർച്ചയായും ഈ ഫീച്ചർ പരമാവധി ഉപയോഗപ്പെടുത്തുക. കൂടാതെ അനവധി മോട്ടിവേഷണൽ ആൻഡ് സെൽഫ് ഹെൽപ്പ് ഓഡിയോ ബുക്ക് സമറീസും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ആപ്പ് ഇതുവരെ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ലിങ്കിലൂടെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്പർ 4, പഠനത്തെ രസകരമായതാക്കുക. വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള യൂട്യൂബ് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നാറുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുടെ കൂടെ കറങ്ങി നടക്കുമ്പോൾ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രശ്നം അനുഭവപ്പെടാറുണ്ടോ? അങ്ങനെയൊന്നും അനുഭവപ്പെടുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ പഠിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യുവാൻ സാധിക്കാത്തത്? കാരണം പഠിക്കുക എന്നുള്ളത് ബോറിംഗ് ആയിട്ടാണ് അനുഭവപ്പെടുക. എന്നാൽ വീഡിയോ കാണുന്നതും കൂട്ടുകാരൊപ്പം കറങ്ങി നടക്കുന്നതും ബോറിംഗ് ആയിട്ടുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു എഫേർട്ടും ഇല്ലാതെ ഇക്കാര്യങ്ങളിൽ നമുക്ക് ഫോക്കസ് ചെയ്യുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പഠനത്തെ കുറച്ചുകൂടി രസകരമാക്കുകയാണെങ്കിൽ പഠിത്തത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളത് കൂടുതൽ എളുപ്പമുള്ളതാണ്. ഇനി പഠനം എങ്ങനെയാണ് രസകരമാക്കുന്നത്? അതിന് മികച്ച 2 വഴികളുണ്ട്. നമ്പർ 1, സ്റ്റഡി ടോപ്പിക്സ് വിത്ത് മോഡറേറ്റ് ഡിഫിക്കൽട്ടി. പഠിക്കാൻ വളരെയധികം എളുപ്പമുള്ള ടോപ്പിക്സ് തിരഞ്ഞെടുത്താണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ പഠനം ബോറിംഗ് ആവുക എന്നുള്ളത് സാധാരണമായ ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ബ്രെയിനിന് കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് രസകരമായി തോന്നുന്നത്. അതുകൊണ്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന പാഠഭാഗങ്ങൾ കുറച്ച് കാഠിന്യമുള്ളതാണെന്ന് ഉറപ്പുവരുത്തുക. അതിലൂടെ അത് പഠിക്കുവാനായി കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവുകയും നിങ്ങൾക്ക് പഠനത്തിൽ ഫോക്കസ് ചെയ്യുവാൻ സാധിക്കുകയും ചെയ്യും. നമ്പർ 2, സ്റ്റഡി ഇൻ ഷോർട്ട് പീരിയഡ്സ്. പഠിക്കുന്നതിനിടയിൽ ചെറിയ ചെറിയ ഇടവേളകൾ എടുത്ത് പഠിക്കുന്ന കുട്ടികൾ കൂടുതൽ പ്രൊഡക്റ്റീവും ഫോക്കസ്ഡുമാകുന്നു എന്നുള്ളത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് 1 മണിക്കൂർ പഠനത്തിന് ശേഷം 5 മുതൽ 10 മിനിറ്റ് വരെ ഇടവേള എടുക്കുന്നതാണ് നല്ലത്. ഇതിലൂടെ നിങ്ങളുടെ ബ്രെയിനിൽ 10 മണിക്കൂർ ഒരുമിച്ച് പഠിക്കുക എന്ന രീതിയിലുള്ള ഭാരവും അനുഭവപ്പെടില്ല. പകരം അടുത്ത 1 മണിക്കൂറാണ് പഠിക്കേണ്ടത് എന്ന ചിന്താഗതിയായിരിക്കും നിങ്ങൾക്കുള്ളത്. അങ്ങനെ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് പഠനത്തിനിടയിൽ ചെറിയ ചെറിയ ഇടവേളകൾ എടുക്കുക. നമ്പർ 3, അവോയ്ഡ് ഡിസ്ട്രാക്ഷൻസ് അറ്റ് ഓൾ കോസ്റ്റ്. പഠനവും സോഷ്യൽ മീഡിയയും കൂട്ടുകാരോടൊത്തുമുള്ള കളികളുമൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും ഒരു ട്രിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, അങ്ങനെയൊന്ന് നിലവിലില്ല. ഫോക്കസിന്റെയും കോൺസെൻട്രേഷന്റെയും നേർവിപരീതമാണ് ഡിസ്ട്രാക്ഷൻ. അതുകൊണ്ട് തന്നെ പഠിത്തത്തിൽ ശ്രദ്ധ ഉണ്ടാക്കണമെങ്കിൽ അതിൽ നിന്നും നമ്മുടെ ശ്രദ്ധ തെറ്റിക്കുന്ന വസ്തുക്കളെ ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. ഡിസ്ട്രാക്ഷൻസ് പ്രധാനമായും 2 തരത്തിലാണുള്ളത്. നമ്പർ 1, ഫിസിക്കൽ ഡിസ്ട്രാക്ഷൻ. നമ്പർ 2, ഡിജിറ്റൽ ഡിസ്ട്രാക്ഷൻ. ഓരോന്നും എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ ചുറ്റുപാടും ഉണ്ടാവുന്ന അനുഭവിക്കാൻ സാധിക്കുന്ന ഡിസ്ട്രാക്ഷൻസ് ആണ് ഫിസിക്കൽ ഡിസ്ട്രാക്ഷൻ. ഉദാഹരണത്തിന് നിങ്ങളുടെ മുറിയിൽ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുവാനിരിക്കുന്ന സ്ഥലത്തിന്റെ ചുറ്റുപാടുമൊക്കെ ഉണ്ടാവുന്ന നിങ്ങളുടെ ശ്രദ്ധ തെറ്റിക്കുന്ന ചില ആളുകൾ. ഉദാഹരണത്തിന് നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങളുടെ ഇളയ സഹോദരൻ TV ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ പഠിത്തത്തിൽ കുറയും, TVയിലേക്ക് കൂടുതൽ വരികയും ചെയ്യും. ഇനി മറ്റൊന്ന്, നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ അമ്മ എന്തെങ്കിലും കഴിക്കാൻ കൊണ്ടുവരികയാണെങ്കിൽ പഠിത്തത്തിൽ നിന്നും നിങ്ങളുടെ ശ്രദ്ധ മാറി നിങ്ങൾ ഭക്ഷണം കഴിക്കാനിരിക്കുന്നു. ഇവയൊക്കെയാണ് ഫിസിക്കൽ ഡിസ്ട്രാക്ഷൻസ്. നിങ്ങൾ ഇത്തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസിനെ നിയന്ത്രിക്കുകയും അതിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്യും. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കുക? പഠിക്കുവാനായി നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും മാറി ഒരു പ്രത്യേക മുറി ഉപയോഗിക്കുകയും ബാക്കിയുള്ളവരോട് ഇത് എൻ്റെ പഠിക്കുവാനുള്ള സമയമാണ്, ഇപ്പോൾ എന്നെ ശല്യം ചെയ്യരുത് എന്നറിയിക്കുകയും ചെയ്യുക.
ഇനി പ്രധാനപ്പെട്ട രണ്ടാമത്തെ തരം ഡിസ്ട്രാക്ഷൻസിനെ പറ്റി പറയാം. ഡിജിറ്റൽ ഡിസ്ട്രാക്ഷൻസ്. പേര് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്കിത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാകും. ഡിജിറ്റൽ ഡിസ്ട്രാക്ഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഗാഡ്ജറ്റ്സിനെയാണ്. അതായത് മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, PC തുടങ്ങിയവ. ഇവയിൽ നിന്ന് രക്ഷപ്പെടേണ്ടത് വളരെയധികം പ്രധാനമാണ്. ഈ ഡിസ്ട്രാക്ഷൻസ് നമ്മളെ അവയിലേക്ക് വളരെയധികം വേഗത്തിൽ ആകർഷിക്കും. ഒരിക്കൽ ഇവയുടെ കുരുക്കിൽ പെട്ടുപോയാൽ പിന്നെ പുറത്തു കടക്കുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഡിജിറ്റൽ ഡിസ്ട്രാക്ഷൻസിൽ പ്രധാനപ്പെട്ടതാണ് സ്മാർട്ട് ഫോൺ, സോഷ്യൽ മീഡിയ എന്നിവ കാര്യമുള്ള ഡിസ്ട്രാക്ഷൻസ്. മിക്കവാറും ആളുകൾ പഠിക്കുവാനിരിക്കുമ്പോഴായിരിക്കും ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്. നോക്കുമ്പോൾ ഒരു സുഹൃത്ത് മറുപടി നൽകിയിരിക്കുന്നത് കാണാം. അതിന് മറുപടി കൊടുത്ത് നിർത്താം എന്ന രീതിയിൽ തുടങ്ങുന്നത് മണിക്കൂറുകൾക്ക് ശേഷമാണ് അവസാനിക്കുക. പഠനത്തിൽ മികവ് പുലർത്തുന്ന പലരും പറയുന്ന കാര്യമാണ് അവർ സോഷ്യൽ മീഡിയ പൂർണ്ണമായും ഒഴിവാക്കിയവരാണ് എന്ന്. ഇനി നിങ്ങൾ നന്നായി പഠിച്ച് നല്ല മാർക്ക് നേടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഡിജിറ്റൽ ഡിസ്ട്രാക്ഷൻസിൽ നിന്നും രക്ഷപ്പെടുക. പഠിക്കാനിരിക്കുമ്പോൾ മൊബൈൽ ഫോൺ സൈലന്റ് ആക്കി മറ്റേതെങ്കിലും മുറിയിൽ വെക്കുക. നമ്പർ 2, മെയിൻറ്റെയിൻ എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. ജീവിതശൈലിയും പഠനവും തമ്മിൽ യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. നിങ്ങൾ എങ്ങനെ ഇരുന്നാലും, അത് വ്യായാമം ചെയ്താലും ഇല്ലെങ്കിലും, നല്ല ഭക്ഷണം കഴിച്ചാലും ഇല്ലെങ്കിലും, നല്ല രീതിയിൽ ഉറങ്ങിയാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ശ്രദ്ധയോടുകൂടി പഠിക്കുവാൻ സാധിക്കും എന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ ആ ചിന്താഗതി മാറ്റാനുള്ള സമയമായിട്ടുണ്ട്. കാരണം നല്ലൊരു ലൈഫ് സ്റ്റൈലിലൂടെ ശരീരവും മനസ്സും ആരോഗ്യകരമായിരിക്കുന്നു. അതിലൂടെ പഠനം പോലുള്ള കഠിനമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കുറച്ചുകൂടി എളുപ്പമുള്ളതാണ്. വ്യായാമം ചെയ്യുന്നതിലൂടെ ബ്രെയിനിന്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെട്ടതും ഷാർപ്പുമാകുന്നു എന്ന് പല പഠനങ്ങൾ പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ വ്യായാമം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ നന്നായി പഠിക്കുവാൻ സാധിക്കും. ഏകാഗ്രത വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും മികച്ച ഒരു വഴിയാണ് മെഡിറ്റേഷൻ. ഒരു ദിവസം 10-15 മിനിറ്റ്സ് മെഡിറ്റേഷൻ ചെയ്യുക. നിങ്ങളുടെ ഊർജ്ജം വർദ്ധിപ്പിക്കുന്ന പഴങ്ങൾ, പച്ചക്കറികൾ തുടങ്ങിയവ, നല്ല ഭക്ഷണം കഴിക്കുക. പഞ്ചസാര കഴിയാവുന്നത് അത്രയും ഒഴിവാക്കുക. കാരണം പഞ്ചസാര കുറച്ചു നേരത്തേക്ക് ഊർജ്ജം നൽകുകയും വളരെ പെട്ടെന്ന് തന്നെ എനർജി ഡൗൺ ആക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് പഞ്ചസാര ഒഴിവാക്കുക. അതിരാവിലെ ഉണർന്ന് പഠിക്കുവാൻ ശ്രമിക്കുക. കാരണം അതിരാവിലെ നമ്മുടെ പരിസരവും മനസ്സും ശാന്തമായിരിക്കും. ഇതാണ് പഠിക്കുവാനുള്ള മികച്ച സമയം. ഇത്തരത്തിൽ നിങ്ങൾ നല്ലൊരു ജീവിതശൈലി പിന്തുടരുകയാണെങ്കിൽ അത് നിങ്ങളുടെ പഠനത്തെ മെച്ചപ്പെടുത്തുന്നതാണ്. അങ്ങനെ നിങ്ങൾക്കും പഠനത്തിൽ കൂടുതൽ നന്നായി ശ്രദ്ധിക്കുവാൻ സാധിക്കും. നമ്പർ 1, ഹങ്കർ ഫോർ സ്റ്റഡി. ഒരു ദിവസം ഞാനൊരു ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു. ജനറൽ ബോഗിയിലാണ് കയറിയത്. നിങ്ങൾക്കറിയാമല്ലോ അതിൽ എത്രത്തോളം തിരക്കുണ്ടാകുമെന്ന്. ഒരുപാട് തിരക്കായതുകൊണ്ട് ഞാൻ മുകളിലത്തെ സീറ്റിൽ കയറിയിരുന്നു. എൻ്റെ അടുത്തായി മറ്റൊരു പയ്യനും ആ സീറ്റിലിരുന്നു. എന്നിട്ട് പുസ്തകം എടുത്ത് എന്തോ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. താഴെ ആളുകൾ ഉച്ചത്തിൽ വഴക്കുണ്ടാക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ ട്രെയിനിന്റെ ശബ്ദവും ഉണ്ടായിരുന്നു. എന്നാൽ എൻ്റെ അടുത്തിരുന്ന പയ്യൻ ഇതൊന്നും ശ്രദ്ധിക്കാതെ തന്നെ പുസ്തക വായനയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ചോദിച്ചപ്പോൾ ബാങ്കിന്റെ ഏതോ മത്സര പരീക്ഷയ്ക്കായി പഠിക്കുകയാണെന്നാണ് അവൻ പറഞ്ഞത്. പരീക്ഷയ്ക്ക് കുറച്ച് ദിവസങ്ങൾ മാത്രമായിരുന്നു ബാക്കിയുണ്ടായിരുന്നത്. അന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, നിങ്ങളുടെ ഉള്ളിൽ പഠിക്കുവാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ, ഒരു ജ്വാല ഉണ്ടെങ്കിൽ ഒന്നിനും നിങ്ങളുടെ ശ്രദ്ധ തെറ്റിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വിചാരിച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത്രയും പഠിച്ചു തീർക്കുവാൻ സാധിക്കും. ഭൂരിഭാഗം ആളുകളും പഠിക്കാതിരിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് ഡിസ്ട്രാക്ഷൻസിനെ അവതരിപ്പിക്കുന്നത്. ഡിസ്ട്രാക്ഷൻസ് ഒരുപാടുണ്ടായിരുന്നത് കാരണമാണ് പഠിക്കുവാൻ സാധിക്കാത്തത് എന്ന രീതിയിൽ. ഇത് കേട്ടപ്പോൾ മാർക്കസ് ഓറലിൻസിന്റെ വാക്കുകൾ ഓർമ്മ വരുന്നു. അദ്ദേഹം പറഞ്ഞതാണ്, യു ഹാവ് പവർ ഓവർ യുവർ മൈൻഡ്, നോട്ട് ഔട്ട്സൈഡ് ഇവന്റ്സ്. റിയലൈസ് ദിസ് ആൻഡ് യു വിൽ ഫൈൻഡ് സ്ട്രെങ്ത്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ മാത്രമാണ് നിയന്ത്രിക്കുവാൻ സാധിക്കുന്നത്, പുറത്ത് നടക്കുന്ന സംഭവങ്ങളെയല്ല. നിങ്ങൾക്ക് ഈ ലോകത്തെ നിയന്ത്രിക്കാൻ സാധിച്ചു എന്ന് വരില്ല, എന്നാൽ സ്വയം നിയന്ത്രിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് മനസ്സിൽ പഠിക്കുവാനുള്ള തീവ്രമായ ആഗ്രഹം ഉണ്ടാക്കുക. പഠിക്കുവാനുള്ള അതിയായ ആഗ്രഹവും അറിവിനായുള്ള വിശപ്പും ഉണ്ടാകുമ്പോൾ മറ്റൊന്നിനും നിങ്ങളുടെ ശ്രദ്ധ തെറ്റിക്കുവാനാകില്ല. അങ്ങനെ നിങ്ങൾക്ക് മണിക്കൂറുകളോളം നല്ല രീതിയിൽ പഠിക്കുവാൻ സാധിക്കും. ഇന്നത്തേക്ക് ഇത് തന്നെ ധാരാളം. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് സമ്മറൈസ് ചെയ്യാം. നമ്പർ 4, മേക്ക് സ്റ്റഡി എൻജോയബിൾ. യൂട്യൂബിൽ വീഡിയോ കാണുമ്പോൾ കൂട്ടുകാരോടൊപ്പം കളിച്ചു നടക്കുമ്പോഴും ആളുകൾക്ക് ഫോക്കസ് ചെയ്യുന്നതിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നവും അനുഭവപ്പെടുന്നില്ല. എന്നാൽ പഠനം അവർക്ക് വിരസമായി തോന്നുന്നു. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ പഠനം രസകരമാക്കി മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കുവാനുള്ള താല്പര്യം കൂടുന്നതാണ്. ഇതിനായി നിങ്ങൾക്ക് 2 മാർഗങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. നമ്പർ 1, സ്റ്റഡി സബ്ജക്റ്റ് വിത്ത് മോഡറേറ്റ് ഡിഫിക്കൽട്ടി. ബ്രെയിനിന് ചലഞ്ച് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് നമുക്ക് ചെറിയ രീതിയിൽ കഠിനമായി തോന്നുന്ന തരത്തിലുള്ള പാഠഭാഗങ്ങൾ പഠിക്കുക. പഠനത്തിനിടയിൽ 5-10 നിമിഷങ്ങളുടെ ഇടവേള എടുക്കുക. ഇതിലൂടെ നിങ്ങളുടെ ബ്രെയിൻ കൂടുതൽ ഓവർലോഡ് ആകുന്നത് തടയുവാനും പഠനം കൂടുതൽ രസകരമാക്കാനും സാധിക്കും. നമ്പർ 3, അവോയ്ഡ് ഡിസ്ട്രാക്ഷൻസ് അറ്റ് ഓൾ കോസ്റ്റ്. ശ്രദ്ധയുടെയും ഏകാഗ്രതയുടെയും വിപരീതമാണ് ഡിസ്ട്രാക്ഷൻ. അതുകൊണ്ട് ഏതെങ്കിലും വിധേയെ നിങ്ങളുടെ ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യങ്ങളെ ഒഴിവാക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പഠനത്തിൽ പൂർണ്ണ ശ്രദ്ധ നൽകാൻ സാധിക്കുകയുള്ളൂ.
ഡിസ്ട്രാക്ഷൻ പ്രധാനമായും 2 തരത്തിലാണുള്ളത്. ഫിസിക്കൽ ഡിസ്ട്രാക്ഷൻസ്, അതായത് നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആളുകൾ കാരണമുണ്ടാകുന്ന ഡിസ്ട്രാക്ഷൻ. ഇത് തന്റെ പഠനത്തിന് സമയമാണെന്നും ഇപ്പോൾ ശല്യം ചെയ്യരുതെന്നും അവരോട് പറയുക. നമ്പർ 2, ഡിജിറ്റൽ ഡിസ്ട്രാക്ഷൻസ്. നിങ്ങളുടെ മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ തുടങ്ങിയവയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഇവയിൽ നിന്നും അകലം പാലിക്കുക. നമ്പർ 2, മെയിൻറ്റെയിൻ എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. ശരീരവും മനസ്സും ആരോഗ്യകരമായി ഇരുന്നാൽ മാത്രമേ നല്ല രീതിയിൽ പഠിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാ ദിവസവും വ്യായാമം ചെയ്യുക. കുറച്ചു സമയം മെഡിറ്റേഷന് വേണ്ടി മാറ്റിവെക്കുക. അങ്ങനെ നിങ്ങളുടെ ഏകാഗ്രത വർദ്ധിക്കുകയും പഠനത്തിലുള്ള ശ്രദ്ധ കൂടുകയും ചെയ്യുന്നു. പഠിക്കുവാനായി ധാരാളം ഊർജ്ജം നൽകുന്ന ആഹാരം കഴിക്കുക. ജങ്ക് ഫുഡ്സ് ഒഴിവാക്കുക. ഇതെല്ലാം തന്നെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. ജീവിതത്തിൽ എന്തെങ്കിലും നേടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇവയൊക്കെ പിന്തുടരേണ്ടത് അനിവാര്യമാണ്. നമ്പർ 1, ഹങ്കർ ഫോർ സ്റ്റഡി. ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുവാനായി നിങ്ങൾക്ക് ആത്മാർത്ഥതയും അതിയായ ആഗ്രഹവും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങളെ തടയുവാനായി ഒരു വ്യക്തിക്കോ മറ്റേതെങ്കിലും ഡിസ്ട്രാക്ഷൻസിനോ സാധിക്കില്ല. ഡിസ്ട്രാക്ഷനുകൾ നിറഞ്ഞ ചുറ്റുപാടുകളിൽ വളരെയധികം ശ്രദ്ധയോടെ ഇരുന്ന് പഠിക്കുന്ന ഒരുപാട് പേരെ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ സാഹചര്യം ഏതായാലും പഠിക്കുവാനുള്ള ആഗ്രഹമുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പാക്കുക. കാരണം സാഹചര്യങ്ങൾ മാറാവുന്ന ഒന്നാണ്. നമുക്ക് അവയുടെ മേൽ യാതൊരു തരത്തിലുള്ള നിയന്ത്രണവും ചെലുത്തുവാൻ സാധിക്കുകയില്ല. മാർക്കസ് ഓറിലിയസ് പറഞ്ഞ പോലെ നമുക്ക് നമ്മളെ മാത്രമേ നിയന്ത്രിക്കുവാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി പഠിക്കുവാനായി ഉള്ളിൻ്റെ ഉള്ളിൽ അറിവ് നേടാനുള്ള ഒരു ജ്വാല ഉണ്ടാക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതിലൂടെ ഭാവിയിൽ ഇത്തരത്തിലുള്ള വീഡിയോസ് നിർമ്മിക്കുവാനായുള്ള മോട്ടിവേഷൻ ഞങ്ങൾക്ക് ലഭിക്കുന്നു.